ഒരു രാഷ്ട്രീയ നേതാവ് ഏറ്റവും സുരക്ഷിതനായിരിക്കുന്നത് എവിടെയാണെന്നറിയുമോ നിങ്ങൾക്ക്? നമ്മൾ വിചാരിക്കും എവിടെയെങ്കിലും പിന്നെന്താ പറയുന്നത്, ഒരു പൊതുചടങ്ങിന് പോകുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ മറ്റു ചില സ്ഥലങ്ങളിൽ പോകുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെയാണെന്നൊക്കെ വിചാരിക്കും. അവിടെയൊക്കെ ചോദ്യങ്ങൾ വരാം ഈ ആളിനെതിരെ. ഇപ്പം നമ്മളൊരു സ്കൂളിൽ പരിപാടിക്ക് പോകുന്നു, അല്ലെങ്കിൽ ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്നു. നമ്മൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന വേദിയിൽ വ്യത്യസ്തമായ പാർട്ടികളിൽപ്പെട്ട ഒരുപാട് ആളുകൾ കാണും, വ്യത്യസ്തമായ താല്പര്യങ്ങളുള്ളവർ കാണും. അങ്ങനെയാണല്ലോ പൊതുചടങ്ങ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലും ചോദിച്ചേക്കാം, പലരുടെയും മുഖം ചുളിയുന്നത് കാണാം, ഒക്കെ കാണാൻ പറ്റും. പക്ഷേ ഒരു നേതാവ് എപ്പോഴും സേഫായിരിക്കുന്നത് സമരത്തിലാണ്, സമരമുഖത്താണ്. അവിടെ നേതാവ് ഭയങ്കര സേഫാണ്. ഇപ്പോൾ സ്വന്തം പാർട്ടിയുടെ ഒരു പ്രചരണ ജാഥ, സമരപ്രഖ്യാപനം, അവിടെ എന്തും ഈ നേതാവിന് പറയാം. കാരണം വന്നിരിക്കുന്നത് മുഴുവൻ അവരുടെ അനുയായികളാണ്. ആരും ഒന്നും പറയൂല എതിർത്ത്. അതുകൊണ്ടാണ് ഈ രാഷ്ട്രീയക്കാരൊക്കെ പ്രസംഗിക്കുമ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാൻ വെല്ലുവിളിക്കുന്നു, നിങ്ങളിൽ ആർക്കാണ് ഇതിന് ഉത്തരം പറയാനുള്ളത്, ആരുണ്ട്, വരൂ എന്നൊക്കെ പറഞ്ഞ് ഒരു നിമിഷം നിർത്തിയാലും ആരും വരൂലെന്ന് പുള്ളിക്ക് അറിയാം. കാരണം ആയിരക്കണക്കിന് സ്വന്തം പാർട്ടിയുടെ അനുയായികൾ നിൽക്കുമ്പോൾ വേറെ ആരെങ്കിലും ചോദിക്കാൻ വരുമോ? ആരും വരില്ല. അതിനിപ്പോൾ ഒരു ഇടം നൽകിയിരിക്കുന്നത് ഈ സാമൂഹ്യ മാധ്യമങ്ങളാണ്. എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് കമൻറ്റുകളായി അഭിപ്രായ വ്യത്യാസങ്ങൾ എഴുതാം, മറ്റേത് അത് പറ്റൂല. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ കത്തിക്കേറി പോകുമ്പോൾ വളരെ രസകരമായൊരു കാഴ്ച എനിക്ക് രസകരമായിട്ടാണ് തോന്നിയത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് കണ്ടു. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുകയാണ്. പുള്ളി സംസാരിച്ച് മുന്നേറിക്കൊണ്ടിരുന്നപ്പം അമ്മ കയറി കയ്യിലൊക്കെ അങ്ങ് പിടിച്ചിട്ട് സംഗതി അമ്മ ന്യായമായ ചില ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. എന്താ, ഏതെങ്കിലും ഒരു വഴി അടച്ച്, ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരാവട്ടെ, അങ്ങനെ നടത്തിയാൽ വീട്ടു ജോലിക്ക് പോകുന്നവർക്കും ബാക്കിയുള്ളവർക്കും പോകണ്ടായോ? ഈ സമരം കഴിയുന്നവരെ കാത്തിരിക്കണോ? നടന്നു പോകുന്നവർക്ക് നടന്നു പോകാനുള്ള അവസരം ഉണ്ടാക്കിയാൽ എന്താ എന്നതൊരു ന്യായമായ ചോദ്യമാണ്. ഇതിപ്പം BJPയുടെ സമരവുമായി ബന്ധപ്പെട്ടാണ്. ഇവിടെ ഒരു കൗൺസിലർ സുഗതൻ എന്ന് പറയുന്ന ഒരാളിനെ പോലീസ് അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട്, കാപ്പ ചുമത്തിയിരുന്ന ആളിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധ യോഗമാണ് ആവേശപൂർവ്വം കത്തി വരുമ്പോൾ അമ്മുമ്മ പിടിച്ചത്. ആ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്ത് ചെയ്യാൻ പറ്റും പ്രസംഗിക്കുന്ന ആളിന്? വേറെ ഏതെങ്കിലും പാർട്ടിക്കാരനാണെങ്കിൽ മറ്റെന്തെങ്കിലും പറയാം, പർദ്ദ ഇട്ടവരാണെങ്കിൽ ഭീകരവാദം പറയാം. ഇതൊന്നുമില്ല, ഒരമ്മുമ്മ. എന്നിട്ട് അവരെ അങ്ങോട്ട് മാറ്റിയിട്ട് പ്രസംഗം തുടരുവാണ്. കണ്ട, സംഗതി കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു. നമ്മളാരും ചിരിച്ചു പോവും. ഒരു വൃദ്ധയായ സ്ത്രീയുടെ സ്വാഭാവികമായ അവകാശത്തിന് വേണ്ടിയുള്ള പ്രതിഷേധത്തിൽ വലിയ തീപ്പൊരി പ്രസംഗകൻ ബ്ലോക്കായി പോകുന്ന നിമിഷങ്ങളാണ് കണ്ടത്. ഇതിപ്പോൾ ഇവിടെ മാത്രമല്ല, എവിടെ ആയാലും ഇങ്ങനെയൊക്കെ ആവും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മുടെ പിണറായി സഖാവൊക്കെ പൊട്ടിത്തെറിച്ച് അങ്ങോട്ടൊന്നും പറഞ്ഞ് ഇങ്ങനെ ദേഷ്യഭാവത്തിലൊക്കെ ചില ഫോട്ടോസൊക്കെ പണ്ട് വന്നത്. ഞാനിത് കണ്ടപ്പോൾ ഓർത്തുപോയത് എൻ്റെയൊക്കെ കൗമാരകാലമാണ്. പണ്ട് ഈ കൗമാരപ്രായത്തിലൊക്കെ കളിക്കുമ്പോൾ നമ്മൾ കളിക്കാനെല്ലാം റെഡിയായി പറമ്പിൽ നിന്ന് ഒരു പാറ്റും പാടും ഒക്കെ കെട്ടി നിന്നിങ്ങനെ, സച്ചിൻ തെണ്ടുൽക്കർ ഒന്നും അന്നില്ല, സുനിൽ ഗവാസ്കറിനെയും കപിൽ ദേവിനെയും ഒക്കെ സ്വപ്നം കണ്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വാപ്പ വരുന്ന, അല്ലെങ്കിൽ ഒരാളുടെ അച്ഛൻ വരുന്നെന്ന് പറയുന്നത്. ആ ബാറ്റും പാഡും എല്ലാം അവിടെ അഴിഞ്ഞു കിടക്കും. നമ്മളൊരു ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കും. കാരണം നമ്മുടെ മനസ്സിൽ ഗവാസ്കറും കപിൽ ദേവും ഒക്കെ ആണെങ്കിലും ഈ വാപ്പാടെ മനസ്സിലതൊന്നുമില്ല. പിന്നെ ചിലപ്പോൾ തല്ല് കിട്ടും, ഒരുപാട് പ്രശ്നമുണ്ട്. ഇപ്പം മക്കളെ വീട്ടുകാർ കളിക്കാൻ വിടുന്നൊരു കാലമാണ്. പക്ഷെ അന്ന് അങ്ങനെയല്ല. അപ്പോൾ ആ കാര്യമൊക്കെ ഈ പ്രസംഗം തടസ്സപ്പെടുത്തിയ ആ നിമിഷം ഞാൻ ഓർത്തുപോയി. ഒരുമാതിരിയില്ലേ പെട്രോൾ അല്ലെങ്കിൽ ബാറ്ററിയുടെ ചാർജ് തീർന്ന് വാഹനം എരിഞ്ഞെരിഞ്ഞ് നിൽക്കുന്നത് പോലെയാണ് ചേട്ടൻ പ്രസംഗം അവസാനിപ്പിച്ച് അമ്മുമ്മയെ മാറ്റെന്ന് പറയുന്നത്.